മലപ്പുറം സ്ഫോടന സ്ഥലത്തു നിന്നും പോലീസിന് ലഭിച്ച രേഖയുടെ ഉള്ളടക്കം പീപ്പിളിന് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളോടുള്ള പ്രതിഷേധമെന്ന് പരാമർശം. കൊല്ലം കളക്ടറേറ്റ് സ്ഫോടനം ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടലിനോടുള്ള പ്രതിഷേധം. മലപ്പുറം സ്ഫോടനം ജമ്മു കാശ്മീരിൽ നിരപരാധികളെ കൊന്നതിനുള്ള പ്രതിഷേധമെന്നും രേഖയിൽ പറയുന്നു. പ്രധാനമന്ത്രി അടക്കം 40 പേർക്ക് രേഖയിൽ വധഭീഷണിയുണ്ട്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നുണ്ട്. രാജ്കുമാർ, വിശദാംശങ്ങൾ. ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടലിന്റെ പ്രതികാരം എന്ന നിലയിലാണ് 2004 ജൂൺ 15 സംഭവത്തിന് പ്രതികാരമായി 2016 ജൂൺ 15 കൊല്ലം കളക്ടറേറ്റിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. തെലങ്കാനയിൽ പോലീസ് 7 തീവ്രവാദികളെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് പ്രതികാരം എന്ന നിലയിലാണ് 2015 ഏപ്രിൽ മാസം 7-ാം തീയതി ചിറ്റൂരിൽ സ്ഫോടനം നടത്തിയത്. മൈസൂരിൽ യാക്കൂബ് മേനോനെ തൂക്കിലേറ്റിയതിന് പ്രതികാരം എന്ന നിലയിലാണ് മൈസൂരിലെ ബോംബ് ബ്ലാസ്റ്റ്. അത് 2015 ജൂലൈ 30-നായിരുന്നു. അതുപോലെ മുഹമ്മദ് ഇത്ലാഖ് ബീഫ് പ്രശ്നത്തിൽ ഒരു പാവം മനുഷ്യനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം എന്ന നിലയിലാണ് ആന്ധ്രയിലെ നെല്ലൂർ കോടതിയിലുണ്ടായ ബോംബ് സ്ഫോടനം. അതുപോലെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളത്തിൽ മലപ്പുറത്ത് അത് ദാദ്രി കൊല, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലെ നിരപരാധികളെ വേട്ടയാടുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ആണ് ഈ പ്രതികാരമെന്നും ഇതിന്റെ ഈ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മലപ്പുറം കളക്ടറേറ്റ് സ്ഫോടനത്തിനിടെ അവിടെ ഒരു പെട്ടിയിൽ കണ്ടെത്തിയ രേഖയിലും അതുപോലെ തന്നെ അതിലെ പെൻഡ്രൈവിനുള്ളിലെ ഉള്ളടക്കങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ 40ഓളം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ 40ഓളം പേരെ കൊലപ്പെടുത്തുമെന്നാണ് അവർക്ക് വധഭീഷണിയുണ്ട്. അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ മുതിർന്ന BJP നേതാക്കൾ, ശിവസേന നേതാക്കളൊക്കെ തന്നെ അവരുടെ ഈ പട്ടികയിലുണ്ട്. ഒപ്പം ഉസാമ ബിൻ ലാദന്റെ ചിത്രത്തോടുകൂടി ദേശ് മൂവ്മെന്റ് ആണ് ഇതിന് പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കവറിംഗ് ലെറ്റർ കൂടി ഈ പെൻഡ്രൈവിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തിരുവനന്തപുരത്തെ സദേൺ എയർ കമാൻഡ് ഓഫീസ്, അത് ഉൾപ്പെടെ രാഷ്ട്രപതി ഭവൻ, ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ 40ഓളം ഓഫീസുകൾ തകർക്കുമെന്നും ഈ ഭീഷണി സന്ദേശത്തിൽ പറയുന്നു. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.